അത് ചിന്തിച്ച് ചോദിക്കും, ഒരു ടോർച്ച് വെട്ടം നമ്മുടെ കണ്ണിലേക്ക് അടിച്ചാൽ കുറച്ച് നേരത്തേക്ക് നമ്മൾ അങ്ങനെ കാണാൻ പറ്റാണ്ട് പോലത്തെ അവസ്ഥയാവും. പൗലോസ്ലീഹ പറയാണ് 3 ദിവസം കണ്ണ് കാണാണ്ട് പോയി. എന്ന് വെച്ചാൽ അത് എന്നാ വെട്ടം ഓർത്ത് വയ്ക്കും. സൂര്യനല്ല, ഇപ്പൊ നമ്മൾ സൂര്യനെ നോക്കിയ സമയത്ത് പോലും കുറച്ച് കഴിയുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും കാണാം. അത്ര തീക്ഷ്ണതയാണ്. എന്നിട്ട് പൗലോസ്ലീഹ പറയാം 22:1 ഇങ്ങനെ വായിക്കും, വെളിച്ചത്തിന്റെ തീക്ഷ്ണത കൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റില്ല. പ്രകാശത്തിന്റെ തീക്ഷ്ണത, അതിന്റെ ഒരു ഗ്രാവിറ്റി കാരണം. ആ വെളിച്ചം എന്താണ്? എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശം ഭൂമിയിലേക്ക് വരാനിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ സ്നാപയോഹന്നാനും മറ്റുള്ളവരും ഒക്കെ ഇങ്ങനെ ചേർത്ത്, പ്രത്യേകിച്ച് യോഹന്നാൻ ശ്ലീഹ തന്നെ പറയുന്നുണ്ട്, എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശം. യെശയ്യാ പുസ്തകം 60:1 ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ മേൽ കർത്താവിന്റെ മഹത്വം പ്രകാശം ഉദിച്ചിരിക്കുന്നു. നിന്റെ മേൽ അവിടുന്ന് ഈ ഇരുട്ടിൽ കർത്താവിന്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈശോയെ കണ്ടത് ഒരു പ്രകാശമായിട്ട് പൗലോസ്ലീഹ എഴുതി വെക്കുകയാണ്. ഞാൻ കണ്ടത് എന്താണ്? ഈശോ എന്ന വെളിച്ചത്തെയാണ്. ആ വെളിച്ചത്തിന്റെ തീക്ഷ്ണത കാരണം 3 ദിവസം കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അതെന്നാ വെട്ടമാണെന്ന് ഓർത്ത് നോക്കുക. ആ വെട്ടം മുഴുവൻ, ആ വെളിച്ചം മുഴുവൻ പൗലോസ്ലീഹയെ മുടി മുതൽ നഖം വരെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച ഈശോയുടെ അഭിഷേകം. ഇവിടെ പൗലോസ്ലീഹ ചങ്കിൽ നിന്ന് ആഴത്തിലെടുത്ത് പറയുന്ന യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയം, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ ചിന്തകൾ, എൻ്റെ സ്വഭാവം എന്നല്ല, മൈ ടോട്ടാലിറ്റി. ഞാൻ എന്തായിരിക്കുന്നോ അങ്ങനെ ഈശോ എന്നെ സ്വന്തമാക്കി. ഈ പ്രകാശം മുഴുവനും കൂടെ എന്നെ ഇങ്ങനെ ആവസിച്ച് ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുകയാണ്.